പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും നല്ല സുപ്രഭാതം. നമ്മൾ ഈ ദിവസം കർത്താവിൻ്റെ കൂടെ പങ്കിട്ട് വാങ്ങിക്കുകയാണ്. ഈ ദിവസത്തിന് അവകാശം മോഹനമാകാൻ ദൈവം നമ്മൾ അനുഭവിച്ചു. ഇന്നലെ രാത്രി നമ്മുടെ കൂടെ കിടന്നുറങ്ങിയ ഒത്തിരി പേര് ഇന്ന് ഇല്ല. ഇപ്പോൾ ദിവസം എപ്പോഴും ഒരു ധാരമാണെന്ന് ഓർക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരു അവസരം കൂടിയാണ്. അതാണ് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം. ഓക്കെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം ഉദ്ദേശിക്കണേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഫീഡിംഗ് പേരിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഇത് മുഴുവനായിട്ട് സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ദിവസം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്ന എല്ലാ മക്കളെയും നീ പ്രത്യേകമായി സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ സ്വന്തം ജീവിതത്തിൻ്റെ പാരാഭാരത്തിൽ തുഴഞ്ഞ് കൈ രണ്ടും തളർന്ന് ആരും സഹായത്തിനില്ലെന്ന് അന്താളിപ്പോടെ നോക്കുന്ന അനേകം മക്കൾ ഇന്ന് ഉണർന്നിട്ടുണ്ട്. ഈശോ അവരെ സന്ധിക്കാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥനകൾ നടത്തുന്നത്. പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ സന്ധിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജീവിതത്തിൻ്റെ ഓരോ മനുഷ്യർക്കും ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുവെന്ന് കർത്താവേ നീ പറഞ്ഞല്ലോ ഈശോയെ. അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങളിൽ അങ്ങ് സത്താലുവാണ്. ഈശോ മാത്രമല്ല, പരപിതാവും സത്താലുവാണ്. അതാണ് ഞങ്ങളുടെ ഒരു ആശ്വാസം ഈശോയെ. ഓരോ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിൽ സങ്കടപ്പെട്ട് ഞെരിയുന്ന മക്കളെ അവിടെ കഴിവുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലെങ്കിൽ എൻ്റെ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, അവർക്ക് സ്വന്തം അമ്മയായിക്കൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസിനെ എങ്ങനെയാണ് കർത്താവെ മുങ്ങിപ്പോയപ്പോൾ
നീ കൈ കൊടുത്തതുപോലെ മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും മനസ്സുകൊണ്ട്, സാമ്പത്തിക തകർച്ച കൊണ്ട്, രോഗം കൊണ്ട് മുങ്ങിപ്പോകുന്ന എല്ലാ മക്കൾക്കും നീ കൈ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടലിൻ്റെ മീതെ നടന്നു വന്നവനെ കർത്താവേ കൈനീട്ടി നീ ഞങ്ങളുടെ മക്കളെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ആണല്ലോ കർത്താവെ കൈയും കാലുമായി ക്രിസ്തുവായി കടലിന് മീതെ നടന്നു വന്നത്. അതുപോലെ ആ കരുണ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ കൈ ഉയർത്തുന്ന എല്ലാ മക്കളുടെ മേലും നീ കൈ പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടകൾ നടത്തിയവരുണ്ട്, അത് പൂട്ടാൻ പോകുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾ നാളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയാൻ പാടില്ല, അത് വിഷമിക്കുന്നവരുണ്ട്. ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ കരകയറുമ്പോഴും അവർ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോഴും അതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ വിഷമിക്കുന്ന അനേകം മക്കളുണ്ട്. ഈശോയെ ചുറ്റുപിടിച്ച് ജപ്തിയായി പോകുന്നവരുണ്ട്, അടക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ജപ്തിയായി പോകുന്നവരുണ്ട്. ചില വാടകക്കാർ കയറിയിട്ട് വാടകയ്ക്ക് ഇന്ന് ഇറങ്ങിപ്പോകാത്തവരുണ്ട്. അതിൻ്റെ പേരിൽ അത് കൊടുക്കാനും പറ്റുന്നില്ല, കുടുംബത്തിലെ പുതിയ ചിലവുകൾ നടത്താനും പറ്റുന്നില്ല. അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്, വഴിയില്ലാത്തവരുണ്ട്. ഈശോ നടന്ന് കയറാനുള്ള വഴി ഇല്ലാത്തതുകൊണ്ട് കല്യാണം നടക്കാത്തവരുണ്ട്. അങ്ങനെ പല പല വിഷമതകൾ കൊണ്ട് കർത്താവെ ആരോടും പറയാതെ പറഞ്ഞിട്ടെന്ത് കാര്യമെന്ന് ഓർത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് തൊണ്ടയെ പഴുത്ത പോലെ വിഴുങ്ങി തെറിക്കരുത് മനുഷ്യൻ. പക്ഷേ ഇന്ന് ഉടമ്പടി എല്ലാത്തിനും സമാധാനം മാതാവ് അതിലൂടെ പറയുന്ന കാരണം ആ വിശ്വാസത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും അവരെന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ മേൽ ദൈവഹിതമാണെങ്കിലും ആ ദൈവമേ ആ വിഷയത്തിലും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സാക്ഷ്യം പറയാൻ മക്കൾക്ക് സാധിക്കുന്ന വിധത്തിലുള്ള അടയാളങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ കർത്താവ് വിദേശ മക്കൾ ജോലിക്ക് അവർ പഠിക്കാൻ പോയി, കുടുംബത്തെ 10-40 വർഷം കടമായി, പക്ഷേ അവർക്ക് അവിടെ പഠിക്കുന്ന സ്ഥലത്ത് ജോലി കിട്ടണില്ല, അവർ തിരിച്ചു പോരേണ്ടി വരുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും ദൈവമേ? അതിവിടെ അവർ ജീവിച്ചതിനേക്കാൾ കഷ്ടമായ ഒരു സാഹചര്യത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരെ ഇന്ന് നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു. ഇത് ഇന്നത്തെ പ്രാർത്ഥന, ഇന്നത്തെ നിയോഗമാണ് കർത്താവ്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കുടുംബത്തിൻ്റെ മെയിൻ്റെനൻസ് നടക്കാത്ത കാരണം ക്ഷുദ്രജീവികൾ കയറി പലതരത്തിലുള്ള പഴുതാരകളും പലതരത്തിലുള്ള ജീവികളൊക്കെ കയറി ഉറങ്ങാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്. ഈശോയെ അവരെ അതെല്ലാം കൊണ്ട് സഹിച്ച് ആര് സഹിക്കും, ആര് രക്ഷപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സ് നിലവിച്ച് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ അവരെല്ലാം സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ അമ്മ കാണിച്ചു തരുന്നുണ്ട്. ഈ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രായമായിട്ട് ഗർഭിണികളെ അവരെ കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് കണ്ട് പ്രായമായിട്ട് ഗർഭിണിയുടെ ഗർഭത്തിൻ്റെ പ്രോബ്ലം ഉള്ളവരെ കാണിച്ചു തരുന്നുണ്ട്. അതെല്ലാം ഇപ്പോഴും വലത് കരത്തെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എന്ത് വിഷമമാണ് നിങ്ങൾക്കുള്ളത്, പേരറിയാവുന്നതോ അറിയാൻ പാടില്ലാത്തതോ വിഷയമായിക്കൊള്ളട്ടെ, യേശു ക്രിസ്തു നാമത്തിൽ അത് മാറിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവ് സർവ്വീശ്വരൻ നയിക്കും. ആമേൻ. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം ഡിസംബർ 4 തീയതി ബുധനാഴ്ചയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:13, നടപടി പുസ്തകത്തിലെ 1:8. 21:13 വായിക്കാൻ വിശുദ്ധ ലൂക്കാ സുവിശേഷം. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്ന അവസരമായിരിക്കും. ഓക്കെ, ഇനി നടപടി 1:8 വായിച്ചേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാലേ സഭ എന്തിനു വേണ്ടിയാണ് ആൾക്കാരെ ട്രെയിൻ ചെയ്യേണ്ടത്? കുദാശകൾ മാതൃകയായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, നമ്മൾക്ക് പരിശീലനം ലഭിക്കേണ്ടത് സാക്ഷികളായിരിക്കാനാണ്. വേദപാഠത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സാക്ഷ്യമാണ്. ദൈവം നമ്മളുടെ മുമ്പിൽ അന്വേഷിക്കുന്നത് എന്താണ്? സാക്ഷ്യമാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ വസ്ത്രം കഴുകി വെളുപ്പിച്ച സാക്ഷികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം അവസാനിക്കാൻ പോണത്. അപ്പം നിൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടത് നിൻ്റെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യം ഓരോ ദിവസവും വർദ്ധിക്കണം. എങ്ങനെ വർദ്ധിക്കും? സാക്ഷികളായിക്കൊണ്ട് വർദ്ധിക്കത്തുള്ളൂ. സാക്ഷിക്ക് എന്താ വേണ്ടത്? എന്താ ചെയ്താലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവാണ്
കൂടുതൽ സാക്ഷ്യം വഹിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പീഡനങ്ങളും ഞെരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈശോ പറയണത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അവഗണന, നമുക്ക് കേട്ടിരിക്കുന്ന നിരാകരണം, നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ഒറ്റപ്പെടലുകൾ, അതെല്ലാം ക്രിസ്തുവിൻ്റെ കൂടെ കൂട്ടിവെക്കണം. എന്നിട്ട് ക്രിസ്തുവിനെ സംവഹിക്കണത്, ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ നമ്മൾ ഏറ്റുപറയണതും അവൻ്റെ പീഡാനുഭവങ്ങളെയും മരണത്തെയും പ്രഖ്യാപിക്കുന്നതും നമ്മുടെ ഇതുപോലെയുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പല സങ്കടകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ക്രിസ്ത്യാനിയെ ഒരു ക്രിസ്തു വിശ്വാസം സംബന്ധിച്ചിടത്തോളം എല്ലാം ഇത് എന്നാ പറയണത്, ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം ലഭിക്കും. അപ്പം നമ്മൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇപ്പം നിൻ്റെ ജീവിതത്തിലെ സാധാരണ നീ ഒരു ഭർത്താവാണ്, അല്ലെങ്കിൽ നീ ഒരു ജോലിക്കാരനാണ്, അല്ലെങ്കിൽ നീ ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ നീ ഒരു വീട്ടമ്മയാണ്, ഇതായിക്കോട്ടെ. അപ്പം സാധാരണ അമ്മയെക്കാൾക്ക് ചിലപ്പോൾ നിനക്ക് ജോലിക്ക് തടസ്സമുണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും. സാധാരണ അപ്പന്മാരെക്കാൾ ഇരട്ടിപ്പണി ചിലപ്പോൾ നീ ചെയ്യേണ്ടി വരും, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ കാരണം. ചിലപ്പോൾ സാധാരണ വിദ്യാർത്ഥികളെക്കാൾ നീ ചിലപ്പോൾ പഠിക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ചിലക്ക് ഒറ്റ വായനക്ക് മനസ്സിലാവും. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ കുറേ വായിച്ചാലേ മനസ്സിലാകും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിക്കും, ഇതുവരെ വായന നിർത്തിയിട്ടുമില്ല. അപ്പോഴെന്താ അത് ഇപ്പം മറ്റുള്ളവർക്ക് നിസ്സാരമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് കുറച്ച് ക്ലേശമാകും. ഈശോ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. അതാണ് ഇത് നിങ്ങൾക്ക്. അപ്പം എന്തെങ്കിലും എക്സ്ട്രാ വന്നാൽ അതെല്ലാം സാക്ഷ്യത്തിൻ്റെ അവസരമായി ദൈവനാമ മഹത്വത്തിനെ കാഴ്ചവെക്കണം. അത് ഇന്നുവരെയാണ് കാഴ്ചവെക്കേണ്ടത്. നടപടി 1:8 പറയുന്നത് എന്താണ്? ഭൂമിയുടെ അതിർത്തികൾ വരെ. ഭൂമിയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താ? അന്റാർട്ടിക്ക വരെ വല്ലതാണ്? അതൊന്നും അല്ല. നമ്മുടെ ജീവിതം എപ്പോൾ തീരുന്നു അപ്പം വരെ. അവസാനത്തെ വിശ്വാസമാണ് നമ്മുടെ. എപ്പോൾ നിലക്കുന്നു, നമ്മൾ എപ്പോഴും കിടപ്പിലാകുന്നു, എപ്പോഴും ഇങ്ങനെ നടന്നു പോകുന്ന ആൾ എപ്പോഴാണ് കിടന്നു പോണത്. അതാണ് നമ്മുടെ ഭൂമിയുടെ അതിർത്തി. അതുവരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെ സാക്ഷ്യത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരുക, ശക്തി പ്രാപിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പുണ്യത്തെ പുരോഗമിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാം. ഉടമ്പടി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വെളിപാട് വചനമാണിത്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇതൊരു സാധ്യതയാണ്. ഈ സാധ്യത ആദ്യം പരീക്ഷിച്ചത് പരിശുദ്ധ അമ്മയാണ്. എന്താണ് സാധ്യത? വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയെ സമീപിക്കാമെന്നാണ് പറയണത്. എന്താണ്? വേണ്ട സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കേണ്ടത്? കരുണയും കൃപാവരവും. കരുണ എന്ന് പറയുമ്പോൾ 2-3-4 അർത്ഥങ്ങൾ അതിനകത്തുണ്ട് കരുണയ്ക്ക്. ഒന്ന്, നമ്മൾ ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല.
അതായത് കംപ്ലീറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളും നമ്മളെ യോഗ്യമാക്കി ദൈവം അങ്ങ് ഏകപക്ഷികമായിട്ട് ദൈവം നമ്മളെ റൈറ്റ് ഓഫ് ചെയ്യും. ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കടം യാതൊരുവിധ റെമിറ്റൻസും ഇല്ലാതെ അങ്ങ് ഫ്ലാറ്റായിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനാണ് ഒരു വ്യക്തിയെ ജസ്റ്റിഫൈ ചെയ്തെടുക്കുക. അതിനാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. തിയോളജിയിലെ ഭയങ്കരമായൊരു സബ്ജക്റ്റാണ് അത്, ജസ്റ്റിഫിക്കേഷൻ. ഈ കരുണ പലപ്പോഴും ജസ്റ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മളുടെ പഴയ ഫയലെല്ലാം പരിശോധിച്ചാൽ ഈ ജന്മത്ത് നമുക്ക് ദൈവം ഒരു അനുഗ്രഹം കിട്ടാനുള്ള സാധ്യത ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? നമ്മുടെ പഴയ ഫയലൊക്കെ പരിശോധിച്ചാലേ ഈ ജന്മത്ത് ഒരു ഫേവർ കിട്ടാനുള്ള യാതൊരു സാധ്യത ഉണ്ടാകത്തില്ല. ഇവിടെ ദൈവത്തിൻ്റെ കരുണ വെച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ് ജസ്റ്റിഫിക്കേഷൻ. എന്നിട്ട് എങ്ങനെയാണ് അത് ആ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നത്? വെറുതെ അല്ല, ഓശാരം കിട്ടണമല്ലത്. ദൈവം ജസ്റ്റിഫിക്കേഷന് വേണ്ടി ഒരാളെ ഉയർത്തിയിട്ടുണ്ട്. ആരാണത്? ക്രിസ്തുവിനെ. എന്നിട്ട് ക്രിസ്തുവിൻ്റെ കുരിശുരൂപം കണ്ടിട്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അവൻ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജസ്റ്റിഫിക്കേഷൻ വരണത്. അത് വെറുതെ അവനല്ല, ക്രിസ്തുവിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണെന്ന്. അതാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ആയിട്ട് വരണത്, വിശ്വാസത്തിൽ നീതീകരണം വരണത്. യേശു എനിക്ക് പകരക്കാരനായി, എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവൻ ശരീരത്തിൽ ഏറ്റെടുത്തു. അതാണ് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. റോമ 8:3 ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതിനെ കുരിശുരൂപം ഇങ്ങനെ വെച്ചിരിക്കണത്. ഇപ്പം എല്ലാ മിക്ക കത്തോലിക്ക റീത്തുകളിലും കുരിശുരൂപം ഇങ്ങനെ രൂപത്തോടെ കാണിക്കും. ചില സഭകളിൽ കുരിശ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഓർത്തഡോക്സ് സഭയിലൊക്കെ കുരിശ് പീഡാനുഭവം അനുഭവിച്ച പഞ്ചക്ഷതങ്ങളെ കാണിക്കും, മുൾക്കിരീടത്തെ കാണിക്കും, തിരുവിലാലും മുറിവ് ഇങ്ങനെ തുറന്നു കിടക്കണ കാണിക്കും. എന്താ കാര്യം? ഇത് കണ്ടുകൊണ്ടാണ് അവന് ഭാവിക്കണമെന്നൊരു വചനമുണ്ട്. ആണിത് വരണത്. അവിടുന്ന് വിധിച്ചു. അവൻ പരമതി അവര് നമ്മളൊരിങ്ങനെ നോക്കിയവരല്ല, വിശ്വസിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. അത് മനസ്സിലായില്ലേ? അവൻ എനിക്ക് ഞാൻ വാങ്ങിക്കാനുള്ള ശിക്ഷ അവൻ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. എനിക്ക് വേണ്ടി അവൻ പേയ്മെൻറ്റ് നടത്തിയെന്ന് ഞാൻ പേയ്മെൻറ്റ് നടത്തുന്നതിന് പകരം എനിക്ക് വേണ്ടി അവൻ പേയ്മെൻറ്റ് നടത്തി. ദൈവപിതാവിൻ്റെ തിരുസന്നിധിയിൽ പരിഹാരം ചെയ്തു. അപ്പോൾ പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്നാണ് ഞാൻ പ്രകാശത്തിലേക്ക് വരണത്. പണ്ട് മുതലേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇരുട്ട്. 5000 കൊല്ലം മുമ്പാണ് ഇന്ത്യയിൽ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചത്.
ഋഷിമാരൊക്കെ പ്രാർത്ഥിച്ചില്ലേ, തമസ്സോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ. കാര്യം മനുഷ്യന് മനുഷ്യന്മാരിവിടെ വന്ന കാലം മുതൽ ഇപ്പോൾ കുറേ ആൾക്കാർ ഈ കാബ സ്റ്റോണിനൊക്കെ കല്ലെറിയത്തില്ലേ അല്ലേ? മുസ്ലിം സഹോദരങ്ങൾ കാബ സ്റ്റോണിൽ പോയി കല്ലെറിയും, പിശാസിനെ കല്ലെറിയും. അവരതിന് ഹജ്ജിന് പോയാണ് ചെയ്യണത്. എന്തിനാണ്? അവരുടെ പാപത്തിൻ്റെ പരിഹാരമാണ്. പോകുന്നവരും ഇരുമുടി കെട്ടിമുട്ടി പോകുന്നവരും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് പോണത്. ഇപ്പോൾ ഈ മനുഷ്യന്മാർ ഏത് മതത്തിൽപ്പെട്ടായാലും പാപം തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഏത് മതത്തിൽപ്പെട്ടതായാലും ഈ നൂറ്റാണ്ടുകളിലൂടെ സഹസ്രാബ്ദങ്ങളിലൂടെ എല്ലാം വരുമ്പോഴും ഇതൊരു ഇരുട്ടാണ്. ഇതിനെ ആര് എനിക്ക് മോചനം നൽകും, ആരെനിക്ക് മോചനം നൽകുമെന്ന് മനുഷ്യൻ്റെ അന്വേഷണമാണ് മതങ്ങളുടെ ആവിർഭാവത്തിന് കാരണം. ആര് എൻ്റെ ഇരുട്ടിൽ നിന്ന്, ഈ പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് എനിക്ക് രക്ഷ നൽകും എന്നുള്ളത് എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഹെബ്രായർ 1:1 പറയണില്ലേ, വായിച്ചോ? ഹെബ്രായർ 1:1. പൂർവ്വകാലങ്ങളിൽ പറഞ്ഞ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ആരെനിക്ക് മോചനം നൽകും? ഈ ഇരുട്ടിൽ നിന്ന്, പാപത്തിൻ്റെ ഈ ഇരുട്ടിൽ നിന്ന് ആര് മോചനം നൽകും എന്ന് മനുഷ്യരാശി ഉണ്ടായ കാലം മുതലുള്ള ഒരു ഭാരപ്പെടുത്തലാണ്. ഈ ഭാരത്തിന് ആര് രക്ഷിക്കും? അതുകൊണ്ടാണ് ഹെബ്രായർ 1:1 പറയണത് എന്താണ്? പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം നമ്മുടെ പിതാക്കന്മാരോട് പല ഘട്ടങ്ങളിലും പല വ്യക്തികളിലൂടെയും സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഈ പാപത്തിന് പരിഹാരം ചെയ്യുന്ന പോംവഴികൾ ആരാഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെന്താ പറഞ്ഞ വായിച്ച്? എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എപ്പോഴും നമ്മൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഈ ഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിലേ, ഇപ്പം ചില ബാറ്ററി ഇല്ലേ, അത് ചില ടോർച്ചൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഒന്നുമില്ല. എവറഡിയുടെ ഒരു ടോർച്ചൊക്കെ ഇല്ലായിരുന്നു പണ്ട്. അപ്പോൾ അവർ എവറഡിയുടെ ടോർച്ച് ഇതിൻ്റെ പരസ്യം എന്താണ്? ഫോർ ബെസ്റ്റ് റിസൾട്ട് യൂസ് എവറഡി ബാറ്ററി. അവിടെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ കുഞ്ഞുനാളിൽ കേട്ട പരസ്യമാണ്. അത് ഈ ടോർച്ചിന് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോഷിബ എന്നൊക്കെ തോഷിബയൊക്കെയാണ് ഉണ്ടായിരുന്നത്. തോഷിബ ബാറ്ററി ഉപയോഗിച്ചാൽ പറ്റത്തില്ല, ഇതിന് എവറിയുടെ ബാറ്ററി തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ക്രിസ്തുവിൻ്റെ ബെസ്റ്റ് റിസൾട്ട് നിങ്ങളീ പറഞ്ഞ ILTS വസ്തു വിൽപ്പനയൊന്നുമല്ല, അതൊക്കെ ക്രിസ്തു ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ നൽകുന്ന, എപ്പോഴും ഞാൻ പറയും, അതിൻ്റെ കൂടെ നൽകുന്ന ഉൽപ്പന്നങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് കിട്ടണമെന്ന് അറിയാമോ? പാപത്തിന് പരിഹാരമായിട്ട് അവൻ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കണം. എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവൻ വാങ്ങിച്ചു, എനിക്ക് പകരക്കാരനായി അവനത് റീഫണ്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് വേണ്ടി പരപിതാവിൻ്റെ തിരുസന്നിധിയിൽ അവൻ പരിഹാരം ചെയ്തു. അപ്പം ഞാൻ സ്വതന്ത്രനായി. അതാണ് ക്രിസ്തു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥ ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 8:36. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അപ്പൊ ഒന്നിനു പറഞ്ഞേ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഈ സ്വാതന്ത്ര്യത്തെ തന്നെ ഈ ബൈബിളിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത്, ബൈബിള് സത്യവേദ പുസ്തകമാണ്. അത് സത്യമേ ഈ സംഭവം പറയത്തുള്ളൂ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കാർ ബൈബിൾ പറയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും കേട്ടാന്ന് പറയും. സ്വാതന്ത്ര്യത്തിനും ഇപ്പം മൗണ്ട് ബാറ്റൻ പ്രഭു 1947 ആഗസ്റ്റ് 15 രാത്രി നമുക്ക് എഴുതി തന്നിട്ടുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അതെന്താണ്? രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമ്മൾ പറയും, പക്ഷേ ബൈബിൾ പറയും അത് ഡ്യൂപ്ലിക്കേറ്റാണ്. എന്താ കാര്യം? ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എത്രയാണ് 8 ലക്ഷം പട്ടാളക്കാരെ വെച്ചിരിക്കുകയാണ്.
അതിർത്തിയിൽ റാഫേലും അതുപോലെ തന്നെ എന്തെല്ലാം യുദ്ധവിമാനങ്ങളും 6 വിമാനവാഹക കപ്പൽ കടലിൽ നമ്മുടെ 120 യുദ്ധവിമാനങ്ങളെയും കയറിക്കൊണ്ട് കടലിൽ കിടക്കുകയാണ്. എന്തിനാണ്? ഈ മൗണ്ട് ബാറ്റൻ എഴുതി തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ. അതാണ് വിഷയം. അപ്പോൾ ബൈബിൾ പറയും അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സ്വാതന്ത്ര്യങ്ങളാണ്. മനസ്സിലായ? അപ്പോൾ അത് കണ്ണ് വെട്ടിക്കഴിഞ്ഞാൽ അവർ വന്ന് നമ്മുടെ ജീവനും ഞൊട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അതിനൊക്കെ ഇതുപോലുള്ള ഭയങ്കര വിജിലൻസ് വേണ്ടി വരും എന്ന് പറയും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ യഥാർത്ഥമല്ലാത്ത ടെമ്പററായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. ടെമ്പററായിട്ടുള്ള ഭൗതിക സ്വാതന്ത്ര്യങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു 10 അടിമത്തം വേറെ കൊണ്ടുവരും. അതിൻ്റെ കൂടെ ഒരു സ്വാതന്ത്ര്യം നമ്മൾ നേടണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ 10 അടിമത്തം അതിൻ്റേതായിട്ടുള്ള ഈ കട്ടും മട്ടും എന്ന് പറഞ്ഞ പോലെ കുറേ സംഭവം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഞാനൊക്കെ പഠിക്കണ കാലത്ത് ഇപ്പം ഇങ്ങനെ ഈ മേശ ഡെസ്കായിട്ട് നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പേന ഉപയോഗിക്കാൻ തുടങ്ങിയത് 5ാം ക്ലാസ്സിൽ വെച്ചാൽ 5 ക്ലാസ്സിൽ പേന ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പേന ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ അന്ന് ഡെസ്ക് നോക്കിയാൽ മനസ്സിലാവും നിറച്ച് മഷിയായിരിക്കും. എന്താ കാര്യം? ഈ പില്ലറിൻ്റെ പേന കൊണ്ട് നിറപ്പിച്ചിട്ട് ഇത് കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തെളിയ സംഭവം. പിന്നെ എന്ത് ചെയ്യും? ഉടനെ കുടയാണ് ഇവിടെ കൊടുക്കുന്നത്, താഴെയും കുടയും ഡെസ്കേലും കുടയും. ഇപ്പം ഡെസ്കെല്ലാം വൃത്തിയാണ്. എന്താ കാര്യം? ആ നിബ്ബ് പേനയുടെ കാലം കഴിഞ്ഞു. അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മൾ യൂസ് ചെയ്തു. പിന്നീടാണ് ബാൾപ്പെൻ വന്നത്. ഇപ്പോൾ പുടച്ചൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാലത്ത് ഓരോരോ സംഭവങ്ങൾ വരും. അപ്പം സ്യൂട്ടബിൾ ആയതുകൊണ്ട് നമ്മൾ അപ്പം ഉപയോഗിക്കുന്നു. മനുഷ്യരാശി വീണ്ടും നന്മയ്ക്ക് പുതിയതിന് വേണ്ടിയും കുറച്ചുകൂടി ഫലപ്രദമായതിനു വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കൊണ്ടുപോക്കിലെ സ്വാഭാവികമായിട്ട് വെച്ച് മാറൽ ഇങ്ങനെ കാലത്തിലൂടെ ഇങ്ങനെ വെച്ച് മാറൽ നടന്നുകൊണ്ടിരിക്കും. വെച്ച് മാറാൻ പറ്റാത്ത ഒരു സംഭവം എന്താണ്? ക്രിസ്തു മാത്രമാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്ഷ നൽകാൻ നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ് അവിടുത്തേതെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു അവനാരിൽ വലിയവൻ. ഒരുമിച്ച് പാടുക. യേശു 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 അവനാരിലും വലിയവൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഈ ഭൂമിയിലെന്ന് പറയണത്, ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ ഒരു തട്ടകമാണല്ലോ ഈ ഭൂമി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കപ്പലും പറഞ്ഞ് കിടക്കണില്ലല്ലേ, അതിൻ്റെ 10 കണ്ടെയ്നർ കടലിൽ ഒഴുകി നടക്കുകയാണ്. ഒരു ദുരന്തമാണ്. ദൈവം അനുഗ്രഹിച്ച് ആളപായമൊന്നും ഇല്ലാത്തതിന് ദൈവത്തിന് നന്ദി. മഴ തുടങ്ങിയിട്ടുണ്ട്, ദുരന്തക്കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ. അപ്പം ഇങ്ങനെ ഈ ദുരന്തങ്ങൾ ഇവിടെ സുഖവും സന്തോഷവും ഉള്ള പോലെ തന്നെ ദുരന്തങ്ങളും അതിൻ്റെ കൂടപ്പിറപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഇതിങ്ങനെ ഓരോ കാലത്ത് ഇപ്പം നമ്മൾ ഓരോരോ കാലങ്ങളിൽ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് പലതരത്തിലുള്ള ദുരന്തങ്ങളുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ക്യാപിറ്റൽ ട്രാജഡി കലാമിറ്റി, ഒരു CC എന്ന് പറയാവുന്ന ക്യാപിറ്റൽ കലാമിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് അറിയാതെ മരിച്ചു പോണതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിന്നെ പൂർണ്ണമായി അറിയാനുള്ള എൻ്റെ ആഗ്രഹത്തെയും എൻ്റെ അവകാശത്തെയും നീ ആത്മജ്ഞാനം നൽകിക്കൊണ്ട് അഭിഷേകം നൽകണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ദൈവപിതാവേ നന്ദി. ദൈവപിതാവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവശികൊണ്ട് ആരാധന യേശുവേ ആരാധന ആരാധന ആരാധന
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാ പറയണമെന്ന് വെച്ചാൽ നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നാണ് പറയണത്. മനസ്സിലായ? ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിനെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നാണ്. എന്താ കാര്യം? ഒരു മനുഷ്യൻ്റെ ആത്മരക്ഷയും അതിൻ്റെ വളർച്ചയും. ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിനെ ആസ്പദം വെക്കണമെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും എന്താണ്, നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടാകും. ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ നടക്കുന്ന ഒരാളാണ്. ചിന്തിച്ചും ആലോചിച്ചും പറഞ്ഞും അമ്മയോട് സംസാരിച്ചും ഒക്കെ ഞാൻ എപ്പോഴും അമ്മയോട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ എപ്പോഴും പരിശുദ്ധ തോന്നിയിരിക്കുന്നത് ഈ ക്രിസ്തു രഹസ്യങ്ങളുടെ ഒരു കുറേ താക്കോൽ അമ്മയുടെ കയ്യിലുണ്ടെന്നുള്ളതാണ്. ക്രിസ്തു രഹസ്യങ്ങളുടെ മറിയത്തെ ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത് ഒരു കൂട്ടം താക്കോൽ പിടിച്ച് നിൽക്കുന്ന ഒരു ലേഡിയുടെ രൂപമാണ്. എന്താ കാര്യം? ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ പറ്റിയ ദൈവം കൊടുത്ത കുറേ താക്കോലുകളുണ്ട് മറിയത്തിൻ്റെ കയ്യിൽ. മറിയമാണ് ഇതിനൊക്കെ എല്ലാം ബെസ്റ്റ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേണ്ട സമയത്ത് അതെനിക്കിപ്പോൾ കിട്ടിയതായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്ത് കിട്ടിയാണ്. വേണ്ട സമയത്ത് ഹെബ്രായർ 4:16 വായിച്ച്. ഹെബ്രായർ 4:16 അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ വേണ്ട സമയത്ത് ഉതകാൻ വേണ്ടി ഇപ്പം കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ വേണ്ട സമയത്ത് ഉതകത്തില്ലെന്ന് പറയത്തില്ലേ? ചില ആൾക്കാരെ കുറിച്ചുള്ള കമൻ്റ് അതാണ്. ആൾ കൊള്ളാം, ആൾ കഴിവുള്ളവനാണ്, പക്ഷെ വേണ്ട സമയത്ത് ഉതകത്തില്ല. അതാ മനുഷ്യരാശിയുടെ നമുക്ക് എല്ലാവരുമൊക്കെ ഉണ്ടാകും, നമുക്കും ആസ്തി പദ്ധതിയൊക്കെ ഉണ്ടാകും, പക്ഷെ വേണ്ട സമയത്ത് നമുക്ക് ഉതകത്തില്ല. ഇത് ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാണ്. വേണ്ട സമയത്ത് എല്ലാവരും ഉണ്ട്, പക്ഷെ വേണ്ട സമയത്ത് ഉതകത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ പറയണത് അകലത്തെ ബന്ധുവിനേക്കാൾ നല്ലതാണ് അയലത്തെ ശത്രു. അത് വേണ്ട സമയത്ത് ഉതകണം അവനായിരിക്കും, ബന്ധുവൊക്കെ ആയിരിക്കും, പക്ഷേ വേണ്ട സമയത്ത് വേണ്ട സമയത്ത് എന്ന് പറയണത് ആണ് ഉതകണമെങ്കിൽ വേണ്ട സമയത്ത് തന്നെ ഉതകണം. അത് കഴിഞ്ഞിട്ട് ഉതകിയിട്ട് കാര്യമില്ല. ഇപ്പം ഒരു ചേട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞേ, എൻ്റെ അച്ഛാ ഇതിനിപ്പം നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ഒക്കെ വളരെ വില കുറവാണ് ഈ മരുന്നിന്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഈ രോഗം വന്നപ്പോഴേ ഈ മരുന്ന് ജർമ്മനിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ വരുത്തിച്ചിട്ട് ബോംബെയിൽ എത്തിയായിരുന്നു, അപ്പോൾ അമ്മ മരിച്ചു പോയെന്ന്. വേണ്ട സമയത്ത് ആ മരുന്നുണ്ട്, അവരെത്തിച്ചതാണ്. ഇന്ന് ഈ ചന്തയിൽ ഇങ്ങനെ ഏത് ചെന്ന് ചോദിച്ചാലും കിട്ടണ മരുന്ന് ഒരു കാലത്ത് അന്ന് അയാൾ കരയണാണ്, സങ്കടപ്പെട്ട് പറഞ്ഞാണ് ഈ മരുന്ന് ഇന്നത്തെ പോലെ അവസാനം ഉണ്ടായെങ്കിൽ എൻ്റെ അമ്മ ഇന്നും ഉണ്ടായനാണ്. എൻ്റെ കാര്യത്തിൽ വേണ്ട സമയത്ത് അത് ഉതകില്ലെന്ന് അയാൾ പറയണത്. അപ്പോൾ എന്തുകൊണ്ട് ഇല്ല എന്നല്ല പ്രശ്നം, വേണ്ട സമയത്ത് ഉതകുകയാണ്. അപ്പോഴീ വേണ്ട സമയത്ത് നമുക്ക് ഉതകാൻ വേണ്ടിയാണ് ദൈവം എന്താണ് ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നത്. വീട്ടില്ലേ, ക്രിസ്തുവിനെ അയച്ചതിൻ്റെ ഒരു ലക്ഷ്യം എന്താ? വേണ്ട സമയത്ത് നമുക്ക് ഉതകുക, വേണ്ട സമയത്ത് വേണ്ട കാര്യത്തിന് ഉതകുക. അതുകൊണ്ട് എന്താ പറയണത്, അതിന് നമുക്ക് കുറേ സാധനങ്ങൾ വേണം. ഒന്ന്, വേണ്ട സമയത്ത് ഉതകണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കുറേ കാര്യം റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അതാണ് വേണ്ട സമയത്ത് കരുണ കിട്ടണം. കരുണയെന്ന് പറഞ്ഞാൽ എന്താണ്? മേഴ്സി എന്ന് വെച്ചാൽ ഗ്രേസാണ് കരുണ. ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗ്രേസ് ഒരു ഫ്രീ ഗിഫ്റ്റാണ്. ക്രിസ്തുവിലൊരു ആൾ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവം അലോട്ട് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ പവർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല. നമ്മൾ കൃപാവരം എന്നൊക്കെ പറയുമെങ്കിലും കൃപാവരത്തിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണെന്നറിയാമോ? ദൈവം ഉദ്ദേശിക്കണത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. ബാക്കിയെല്ലാം ഇത് ഈ ഒരു സ്റ്റാറ്റസ് കിട്ടിയാൽ ബാക്കിയുള്ളതൊന്നും പ്രശ്നമല്ല. ഈ ഗ്രേസിൻ്റെ വരപ്രസാദത്തിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. കാര്യം പാപമാണ് ഈ രൂപത്തിലാക്കി ക്രിസ്തുവിനെ പോലും ആക്കി കളഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല. ഒരു പാപകരമായ ജീവിതവും ക്രിസ്തുവിലുള്ള ജീവിതവും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരണം. എന്തുമാത്രം ഉടമ്പടി പുരോഗമിക്കുന്നു അത്രയും നമ്മൾ വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിക്കുകയാണ്. പറഞ്ഞേ, എന്തുമാത്രം നമ്മൾ ഉടമ്പടിയിൽ പുരോഗമിക്കുന്നു അത്രയും നമ്മൾ വിശുദ്ധി വളരാനുള്ള ദൈവത്തിന്റെ പദ്ധതികളോട് സഹകരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട്. എന്താണ് കാര്യം? നമ്മൾ വിശുദ്ധിയിൽ വളരണം. അപ്പോൾ ആ പദ്ധതിയോടുള്ള സഹകരണമാണ് ഈ ഉടമ്പടി. അമ്മ എന്താ ചെയ്യണത്? ഈ വേണ്ട സമയത്ത് പറഞ്ഞേ, നമുക്ക് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ ഈ കൃപാവരത്തിന്റെ സിംഹാസനത്തെ വേണ്ട സമയത്ത് ദൈവത്തിന്റെ കരുണ ലഭിക്കാൻ വേണ്ടി ആദ്യം സമീപിച്ചത് ആരാണ്? അമ്മയാണ്. അല്ല, ഇതാണ് എന്നോട് ഇപ്പം പറഞ്ഞത്. ഇങ്ങോട്ട് കയറാൻ നേരത്ത് പറഞ്ഞത് ഇതാണ്. ഈ കൃപാവരത്തിൻ്റെ ഈ ഹെബ്രായർ 4:16 അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ വേണ്ട സമയത്ത് അവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപാവരം ലഭിക്കാൻ വേണ്ടി കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിനെ ആദ്യം സമീപിച്ചത് ആരാണ്? അമ്മയാണ്. അതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. മനസ്സിലായില്ലേ? ആദ്യത്തെ സമീപനമാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഒരു മെൻറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ മെൻറ്റർ ആരാണ്? മറിയമാണ് ശരിക്കും. ഇപ്പം ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞ വചനമുണ്ടല്ലോ, എന്താണ്? ഹെബ്രായർ 1:1 വായിച്ചോ, ഒന്നുകൂടി വായിച്ചേ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പം ഇത് നമ്മൾ അതായത് ഈ വികസനത്തിൻ്റെ അവസാന വണ്ടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ AK ആൻ്റണി സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ കുറച്ച് വികസനങ്ങളുടെ പദ്ധതികൾ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പം ഇവിടെ എന്ത് വികസനം കൊണ്ടുവന്നാലും പ്രതിപക്ഷത്തിരിക്കുന്നവർ ചവിട്ടിത്താത്തുകയും പൊടി പിടിക്കുകയും അത് നശിപ്പിക്കുകയും കേരളത്തിനെ പിന്നോട്ടടിക്കുകയും ചെയ്യും. ഇതൊരു സ്ഥിരം കലാപരിപാടിയായിരുന്നു പണ്ട്. അതായത് നാടിൻ്റെ പൊതു പുരോഗതിക്കാണെന്ന് പറഞ്ഞാലും ശരി, ഒരു ഭരണകക്ഷി ഒരു പദ്ധതി കൊണ്ടുവന്ന് കഴിയുമ്പോൾ മറ്റവന്മാർ ചവിട്ടിത്താത്തു. അങ്ങനെ ചവിട്ടിത്താത്തി അവസാനം ആൻ്റണി മുടിഞ്ഞ് ഇനി നടക്കത്തില്ലെന്ന് കണ്ട. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യം, ഇനി സമയം കിട്ടുന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാണ് ഇത് വികസനത്തിൻ്റെ അവസാനത്തെ വണ്ടിയാണെന്ന്. ഞാൻ മനോരമയുടെ മെയിൻ ഹെഡിങ് ആയിരുന്നു, ഇത് വികസനത്തിൻ്റെ അവസാന വണ്ടി. എൻ്റെ മനസ്സിൽ വെച്ചാൽ ഈ വചനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്, ഇത് രക്ഷയുടെ അവസാന വണ്ടിയാണ്. അത് നമ്മൾ ആര് പറഞ്ഞ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖേന എന്ന് വായിച്ച് വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ അവസാന വണ്ടി രക്ഷയുടെ അവസാന വണ്ടിയാണ്. എത്രയോ കാലങ്ങളായിട്ട് ദൈവം പ്രവാചകന്മാരെയും മതസ്ഥാപകരെയും എന്തുമാത്രം മതസ്ഥാപകരുണ്ടായി, എത്രയോ മതസ്ഥാപകരെ ദൈവം വിട്ടു, എന്തുമാത്രം പ്രവാചകന്മാരെ വിട്ടു. ഇനി മനുഷ്യ കഥാനുഗായികളുണ്ട്, മതം സ്ഥാപിച്ചില്ലെങ്കിൽ പോലും അവരുടെ സോക്രട്ടീസിനെ പോലെയുള്ള അവരുടെ നിലപാടുകൾ കൊണ്ട് തന്നെ മനുഷ്യവംശത്തെ സത്യത്തിൻ്റെ പാതയിലേക്ക് പിടിച്ചു വലിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അങ്ങനെ അവസാന കാലങ്ങളിലെ എന്താണ് തൻ്റെ പുത്രൻ വഴി നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് മനുഷ്യൻ്റെ രക്ഷയുടെ അവസാനത്തെ ആളാണ്. ഈ മനുഷ്യരക്ഷയുടെ അവസാനത്തെ ആളാണെന്ന് നമ്മളോട് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരാണ്? അമ്മയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്, ഇത് രക്ഷയുടെ അവസാനത്തെ ആളാണ്. ഇത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മറിയമാണ്.
ഇതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ക്രിസ്ത്യൻ മെൻറ്റർ, അതായത് ഒരു ക്രിസ്ത്യൻ ഒരു വിശ്വാസ ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്ന ഫസ്റ്റ് മെൻറ്റർ എന്ന് പറയുന്നത് മറിയമാണ്. ഈ മറിയത്തിൻ്റെ വായിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ ഫോർമുല വെളിപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ ഇടപെടുത്തുന്നതിന് എന്താണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. യോഹന്നാൻ പറയും ദിസ് ഈസ് ദ ലവ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ യോഹന്നാൻ കാണിച്ചെന്ന ചൂണ്ടിക്കാണിക്കണം ചെയ്തത്. മറിയം ചൂണ്ടിക്കാണിക്കുകയല്ല ചെയ്തത്. മറിയം പറഞ്ഞു ഇങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ട ആളല്ല ഇത്. പിന്നെന്താണ്, ഇത് ജീവിതത്തിലോട്ട് ക്ഷണിച്ചു വരുത്തേണ്ട ആളാണ്. ഈ ജീവിതത്തിൽ നമ്മുടെ കൂടെ ജീവിക്കേണ്ട ആളാണ്. ഈ ആൾ നമ്മുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇനി ലോകത്തിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഇവനിലാണ്. അതെ, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, എല്ലാ വാഗ്ദാനങ്ങളും. 2 Corinthians 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതായത് അവസാന വണ്ടിയാണ്. അവസാന വണ്ടി എന്ന് പറയുമ്പോൾ കാരിക്കടിച്ച് വന്നിരിക്കണതല്ല, എല്ലാത്തിനും സമാധാനം പറഞ്ഞിരിക്കുന്ന, എല്ലാത്തിൻ്റെയും ആൻസറായിട്ടാണ് എൻ്റെ ഉള്ളത്. മനുഷ്യരാശി ഉഴലുന്ന ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ആൻസറാണ്. അതാണ് ജീസസ് ഇസ് ദ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ എടുത്ത് ചില സ്റ്റിക്കറെ കണ്ടിട്ടില്ലേ, ജീസസ് ഇസ് ദ ആൻസർ. ജീസസ് ഇസ് ദ ആൻസർ ഫോർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ്. ഭൗതികവും ആത്മീയവുമായ മനുഷ്യൻ്റെ എല്ലാവിധ ആശങ്കകളുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവാണ്. അതുകൊണ്ടാണ് 2 Corinthians 1:20 പറയണത് ക്രിസ്തു പറഞ്ഞ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പൊ ഈ ലോകത്തിന് പറ്റിയതും വരാനിരിക്കുന്ന ലോകത്തിനുള്ള ദൈവം എന്നെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് വാഗ്ദാനത്തിലാണ്. ഇത് വാഗ്ദാനം മുഴുവനുമായിട്ടാണ് ക്രിസ്തുവിലെ ദൈവം ക്രോഡീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനം പ്രാപിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വളരെ ലളിതമായൊരു ഫോർമുലയാണ് പരിശുദ്ധാത്മാവ് അമ്മയിലൂടെ വെളിപ്പെടുത്തുന്നത്. എന്താണ്? ക്രിസ്തുവിനെ നിനക്ക് സ്വീകരിക്കണോ? നീ ഒരു ഫ്രഷ് ഹാൻഡാണ്. നീ ആദ്യമാണ് ക്രിസ്തുവിനെ കേൾക്കുകയാണ്. ഡു യു വാണ്ട് ടു റിസീവ് ജീസസ് ക്രൈസ്റ്റ്? നിങ്ങൾക്ക് കർത്താവിനെ സ്വീകരിക്കണമെന്നുണ്ടോ? എങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? നീ അവിടെ പോയി ഏതെങ്കിലും വെള്ളത്തിലോ കടലിലോ പോയി മുങ്ങേണ്ട കാര്യമില്ല. പിന്നെ എന്താ കാരണത്? നീ ഇത്രയേ ഉള്ളൂ, അവൻ പറയണ പോലെ ചെയ്യുക. വചനത്തിലുള്ള ന്യായസ്ഥാനമാണ്. ഇതൊരു ന്യായസ്ഥാനമാണ് ശരിക്കും. പക്ഷേ ആർക്കും ചെയ്യാം. ഒരു സഭയുടെ ഭാഗമാകാതെ തന്നെ നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റും. എന്താ കാര്യം? ഫ്രഷ് ഹാൻഡ്സിൻ്റെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു ചാൻസാണ്, ഒരു ഒക്കേഷനാണ്, ഒരു ഓഫറാണ്. ഇതൊരു പുതിയ കാലത്തിൻ്റെ പുതിയ ഓഫറാണ്. എന്താണ്? നിനക്ക് നിന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കണം എങ്കിൽ അതിന് എളുപ്പമാർഗം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക. ഈ ഉടമ്പടിയുടെ ഉൾക്കാമ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താ കാര്യം? മറിയം കണ്ടെടുത്ത ക്രിസ്തുവിനെ, ഹെബ്രായർ 4:16 ക്രിസ്തുവിനെയും നമ്മൾക്ക് അക്സസറി ആക്കി തരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ട്, കാര്യം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ഒരു ദുർവഹമായ ചുമടായി മാറ്റരുതെന്ന് ക്രിസ്തുവിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ ദുർവഹമായ ചുമടുകൾ മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്നു, എന്നിട്ട് നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വന്നവരെ നിങ്ങളെ തടയുന്നു എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പരിശുദ്ധനോട് സംസാരിക്കുന്നത്. ഒരു ദുർവഹമായ ചുമടില്ല എൻ്റെ അകത്ത്. സിമ്പിളാണ്. എന്താ കാര്യം? അവൻ പറയണത് പോലെ ചെയ്യുക. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സകല വാഗ്ദാനങ്ങളും ഒന്നായി
ഒന്നായി ക്രിസ്തുവായി ക്രിസ്തുവായി മാറിയ മാറിയ ദൈവത്തിന്റെ പദ്ധതി ഉൾക്കൊള്ളാൻ ക്രിസ്തുവിന്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കുവാൻ പരിശുദ്ധമേ ദൈവമാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വമിശ്ര വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശ്രദ്ധിക്കട്ടെ.